വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കുമളി കേന്ദ്രീകരിച്ച് RRT യൂണിറ്റ് അനുവദിക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 50ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. റൂൾ ഭേദഗതി അടിയന്തരമായി നടപ്പാക്കി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പ്രൊമോഷൻ സംസ്ഥാനത്തിലാക്കുക, ഫോറസ്റ്റ് വാച്ച്മാരുടെ യൂണിഫോം പരിഷ്കരണത്തിലുണ്ടായ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു. കുമളി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടി അതിൻ്റെതായ നിലയിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ നമ്മുടേതായ നിലയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം വളരെ നല്ല നിലയിൽ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ മറ്റ് രാഷ്ട്രീയമില്ലാതെ മറ്റ് ചിന്തകളില്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉയർച്ച മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, സമൂഹത്തിന്റെ ഉയർച്ച മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ സമ്മേളിക്കുകയും അത് എല്ലാ വർഷവും തന്നെ മുടക്കുകൂടാതെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആവേശകരമാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിച്ചവർക്കായുള്ള ഉപഹാര സമർപ്പണം പെരിയാർ കടുവ സങ്കേതം ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി R. ദർശ്, ജില്ലാ സെക്രട്ടറി ജോഷി ഡേവിസ്, സംസ്ഥാന ട്രഷറർ ബീരാൻകുട്ടി, ജില്ലാ ട്രഷറർ A. അൻലാൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായിട്ട് K. വിജയകുമാർ, വൈസ് പ്രസിഡന്റായി K. സുനിൽകുമാർ, സെക്രട്ടറിയായി ജോഷി ഡേവിസ്, ജോയിന്റ് സെക്രട്ടറിയായി OA അഫ്സൽ, ട്രഷററായി PS വിശ്വജിത്ത്, KPC ജിമോൾ, സജീഷ് രാജ്, AK മനോജ്, PP സുരേന്ദ്രൻ, KS ശശികുമാർ, S. വഹാബ് എന്നിവരെ സംസ്ഥാന കൗൺസിലർമാരായി തെരഞ്ഞെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.